നമസ്കാരം. ഡൽഹിയിൽ ഇന്നലെ BJPക്ക് അനുകൂലമായ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നപ്പോഴും ആം ആദ്മി പാർട്ടി ആത്മവിശ്വാസം കൈവിട്ടില്ലായിരുന്നു. ഭരണം നിലനിർത്തും എന്ന് തന്നെയായിരുന്നു വോട്ടെണ്ണലിന് തൊട്ടു മുമ്പും ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലേനെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ വോട്ടെണ്ണലിൻ്റെ ആദ്യ മിനിറ്റുകൾ മുതൽ BJPയുടെ മുൻതൂക്കമാണ് ഡൽഹിയിൽ ഉടനീളം നമ്മൾ കണ്ടത്. വോട്ടെണ്ണൽ 2 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ആം ആദ്മി ക്യാമ്പ് പരാജയം ഉറപ്പിച്ചു. 2020-ൽ 62 സീറ്റ് നേടിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരണം പിടിച്ചത്. 2015-ൽ ആം ആദ്മി പാർട്ടി 67 സീറ്റുകളും നേടി അധികാരത്തിലെത്തിയപ്പോൾ പ്രതിപക്ഷത്ത് BJPയുടെ 3 MLA-മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 തവണയും നിയമസഭയിൽ കോൺഗ്രസിൻ്റെ പങ്കാളിത്തം 0. ക്ഷേമ വാഗ്ദാനങ്ങളിലൂടെ മധ്യവർഗത്തിൻ്റെയും ദരിദ്ര വിഭാഗങ്ങളുടെയും പിന്തുണ ആവർത്തിക്കാം എന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ. എന്നാൽ ഇതിനുമേൽ കരിനിഴൽ വീഴ്ത്തുന്ന അഴിമതി ആരോപണങ്ങളിലൂടെ AAPയെ വീഴ്ത്താമെന്ന് BJPയും കരുതി. അത് ഫലം കണ്ടു. ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന ആം ആദ്മി പാർട്ടിയുടെ മുഖം തന്നെ പരാജയപ്പെട്ടു. മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ രണ്ടാമനുമടക്കം അഴിമതി കേസിൽ ജയിലിൽ പോയത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നായിരുന്നു അന്ന് BJP കണക്ക് കൂട്ടിയത്. AAPയും കോൺഗ്രസും മത്സരിച്ച് ക്ഷേമ വാഗ്ദാനങ്ങൾ നൽകിയതോടെ BJPയും ഇതേ പാതയിൽ പദ്ധതികൾ പ്രഖ്യാപിച്ചു. അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവിലൂടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AAPക്കൊപ്പം മുന്നണിയായി മത്സരിച്ചിട്ടും നേട്ടമൊന്നും ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ദേശീയ തലത്തിൽ വിശാലാർത്ഥത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്നതുപോലും പരിഗണിക്കാതെ ആം ആദ്മി പാർട്ടിക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു ഡൽഹിയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം നടത്തിയത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. 1 സീറ്റിൽ പോലും വിജയിച്ചില്ല. ഡൽഹിയിൽ തുടങ്ങിയ AAP തങ്ങളുടെ വേരുകൾ പഞ്ചാബിലേക്കും വ്യാപിപ്പിച്ച് ഭരണം പിടിച്ചു. എന്നാൽ ഡൽഹിയിലെ മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരും ഇത്തവണ BJPക്ക് അനുകൂലമായി വിധിയെഴുതി. തുടർച്ചയായി 2015-ലും 2020-ലും ആം ആദ്മി പാർട്ടിയുടെ മികച്ച വിജയം ഉറപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് നേരത്തെ പറഞ്ഞല്ലോ മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരുമാണ്. ഈ വോട്ടർമാർ എതിരായതോടെയാണ് ആം ആദ്മി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത്. മധ്യവർഗത്തിനും പൂർവാഞ്ചൽ വോട്ടർമാർക്കും സ്വാധീനമുള്ള 25 സീറ്റുകൾ BJP നേടി. 27 വർഷങ്ങൾക്ക് ശേഷമാണ് BJP ഡൽഹിയിൽ ഭരണം ഉറപ്പിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഡൽഹിയിൽ അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി എന്ന പുതിയൊരു പ്രസ്ഥാനം ഉയർന്നു വന്നത്. 2013-ൽ ഡൽഹിയിൽ 4ാം തവണയും അധികാരം നേടാൻ ശ്രമിച്ച കോൺഗ്രസിനും BJPക്കും എതിരായി ഒരു രാഷ്ട്രീയ ബദലായി ആം ആദ്മി പാർട്ടിയെ ഡൽഹി നിവാസികൾ കരുതി. 2015 ആയപ്പോഴേക്കും വൻ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് രണ്ടാമതൊരു അവസരം കൂടി ലഭിച്ചു. സൗജന്യ വൈദ്യുതിയും വെള്ളവും നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി വാഗ്ദാനങ്ങൾ നൽകിയാണ് അവർ അധികാരത്തിലെത്തിയത്. ചില യൂണിറ്റുകൾക്ക് സൗജന്യ വൈദ്യുതിയും വെള്ളവും നൽകുന്നതിന് അവർക്ക് കൂടുതലൊന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നീട് 2020-ലെ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം ആം ആദ്മി സർക്കാർ സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്രകൾ അവതരിപ്പിച്ചു. ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ ഒഴികെ ഡൽഹിയിലെ മറ്റ് വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നില്ല. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ ദേശീയ തലസ്ഥാനത്തിന് പൂർണ്ണ സംസ്ഥാന പദവി ഉറപ്പാക്കും എന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ 6 വർഷങ്ങൾക്ക് ശേഷം കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഡൽഹി സർക്കാരിൻ്റെ അധികാരങ്ങൾ കൂടുതൽ കുറയ്ക്കുകയും ചെയ്തു. കേന്ദ്രം നിയമിച്ച ലഫ്റ്റനന്റ് ഗവർണറുമായുള്ള തർക്കത്തിൽ അത് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. 20 ലക്ഷം തൊഴിലവസരങ്ങൾ അത്രയും സൃഷ്ടിക്കും എന്ന ആം ആദ്മി പാർട്ടിയുടെ 2023-ലെ വാഗ്ദാനവും ഡൽഹി ബജറ്റിനെ റോസ്ഗർ ബജറ്റ് എന്ന് നാമകരണം ചെയ്യാനുള്ള തീരുമാനവും സമാനമായ വിധി നേരിട്ടു. അരവിന്ദ് കെജ്രിവാൾ എന്ന ബ്രാൻഡിൻ്റെ തകർച്ച പിന്നീട് കണ്ടു. പാർട്ടി രൂപീകൃതമായതു മുതൽ ആം ആദ്മി പാർട്ടി അതിൻ്റെ കൺവീനറും സഹസ്ഥാപകനും അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹമാണ് ആ പാർട്ടിയുടെ പര്യായം. ഇന്ത്യൻ റവന്യൂ സർവീസ് ജോലി ഉപേക്ഷിച്ച് മാറ്റത്തിൻ്റെ ഏജന്റ് രാഷ്ട്രീയക്കാരനായി മാറിയ ആക്ടിവിസ്റ്റ് കെജ്രിവാളിൽ ആളുകൾ പുതുമയും മാറ്റത്തിൻ്റെ പ്രതീക്ഷയും കണ്ടതോടെ അത് തുടക്കത്തിലൊക്കെ ഫലം കണ്ടു. എന്നാൽ ഡൽഹി എക്സൈസ് നയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയിലെ മറ്റ് ഉന്നത നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ അഴിമതി വിരുദ്ധ പോരാളി എന്ന പ്രതിച്ഛായയെ മങ്ങിച്ചു. അനധികൃതമായി സമ്പാദിച്ച പണം അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്കായി ഉപയോഗിച്ചു എന്ന ഗുരുതരമായ ആരോപണം ഇതിന് കാരണമായി. ഇത് മനസ്സിലാക്കിയ കെജ്രിവാൾ ആഡംബരത്തിൻ്റെയും കളങ്കത്തിൻ്റെയും പ്രതിച്ഛായയിൽ നിന്ന് AAPയെ അകറ്റി നിർത്താൻ കാര്യമായി ശ്രമിച്ചു.
അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അതിഷിക്ക് അധികാരം കൈമാറി. സർക്കാർ രൂപീകരണത്തിൽ മധ്യവർഗ വോട്ടർമാർക്ക് സ്വാധീനമുള്ള ഏക സംസ്ഥാനം ഡൽഹിയാണ്. ഇവിടുത്തെ കുടുംബങ്ങളിൽ 67% മധ്യവർഗക്കാരാണെന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ചേരികളിലെയും ജെ ക്ലസ്റ്ററുകളിലെയും വോട്ടർമാരെ ആകർഷിക്കാൻ ആം ആദ്മി പാർട്ടി സൗജന്യങ്ങൾ ഒരുപാട് വാരിക്കോരി നൽകി. പക്ഷേ തങ്ങളുടെ നികുതി പണം സബ്സ്ക്രിപ്ഷനുകൾക്ക് ഫണ്ട് നൽകാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന ആശങ്ക മധ്യവർഗത്തിനുണ്ട്. ആ മധ്യവർഗം ആപ്പിനെ കൈവിട്ടു എന്നതാണ് സത്യം. ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാവി എന്താവും? കാരണം അദ്ദേഹം പരാജയപ്പെട്ടു, മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന മനീഷ് സിസോദിയ പരാജയപ്പെട്ടു, ചുരുക്കി പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി മൊത്തത്തിൽ പരാജയപ്പെട്ടു. ഇനി എന്താണെന്നുള്ളത് കാലം തീരുമാനിക്കും. നമസ്കാരം.